അടൂർ പ്രകാശ് പറയുകയാണ്, ഇന്നലെ SIT എന്നിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അവിടെ താൻ ഇരിക്കുമ്പോൾ പുറത്തു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് തന്നെ ചോദ്യം ചെയ്യുന്നു, പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ തരത്തിലാണ് വാർത്ത വന്നത്. SITക്കൊപ്പമുള്ള ചിലരെ CPM നിയോഗിച്ചിരിക്കുകയാണ് ഈ രീതിയിൽ വാർത്ത നൽകാൻ. അപ്പോൾ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെടുന്നു. അവിടെ CPM നിർദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന വലിയ ഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. രേണുക, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു മിനിറ്റ് എടുത്ത് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായി ടേൺ അടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, അതും അവരുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഷ്യം. നേരത്തെ ഇതായിരുന്നില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയോ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഹാലിളക്കം ഇതായിരുന്നില്ലല്ലോ. അപ്പോ നേരത്തെ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഇട്ടാൽ അത് ബർമുട, ഞങ്ങൾ ഇട്ടാൽ വള്ളി നിക്കർ, ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കണം കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഈ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നിങ്ങൾ എന്താ ഇത്ര മോശമായി? കോൺഗ്രസിന്റെ ആളുകൾ തെറ്റാണ്. നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും താങ്കൾക്ക് ഈ വാദങ്ങൾ അപ്പോൾ പറയാമായിരുന്നു. പക്ഷെ താങ്കൾ അതല്ല പറഞ്ഞത്. മറ്റു ചില ആരോപണങ്ങളിലേക്ക് പോയി. ഇനി അദ്ദേഹം പറയട്ടെ. ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ, 10 മിനിറ്റ് താങ്കൾക്കാണ് സമയം തന്നത്. ഇനി അദ്ദേഹം പറയട്ടെ. നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, അവരിലേക്ക് പോകണം. ഞങ്ങളുടെ നേതാക്കൾ അല്ല, നിങ്ങൾ ഈ ചർച്ച തുടങ്ങി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് പ്രതികളാണ് സ്ഥാപിക്കാൻ ഞാൻ പ്രതികളെന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ചത് കാര്യം ചൂണ്ടിക്കാട്ടി. കാരണം അദ്ദേഹം പിണറായിയെ കുറിച്ച് പറഞ്ഞു, പിണറായിയുടെ മകനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ സഹിഷ്ണുതയോടെ കേട്ടിരിക്കണം. അദ്ദേഹത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ തന്നെ അദ്ദേഹം പ്രകോപിതനാകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി സഹിഷ്ണുതാബോധവും സാമാന്യ മര്യാദയും ഇത്തരം ചർച്ചകളിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടകംപള്ളിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി നേരത്തെ വിളിച്ചിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, കടകംപള്ളിയെ, ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ മുൻ മന്ത്രിയെ, CPMന്റെ സംസ്ഥാന നേതാവിനെ അവിടെ വിളിച്ചത് ഇക്കാര്യത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് ആരായുന്നതിന് വേണ്ടിയാണ്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുറത്തുവിട്ട എത്രമാത്രം ലജ്ജിപ്പിക്കുന്ന കള്ളങ്ങളാണ് പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അന്ന് കടകംപള്ളി എന്തായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്? താൻ ഒരു തവണ അവിടെ പോയിരുന്നു, ഒരു തവണ പോയി, അത് ഒരു ചടങ്ങിനായിരുന്നു, രാജു എബ്രഹാം ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് എന്താണ് മറ്റൊരു ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്? അല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്? 40 വട്ടം പോയിട്ടുണ്ടെങ്കിലും പറയുന്നതിന് വിഷമമില്ല, തുറന്നു പറയുന്നതിന് മടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നത് പറഞ്ഞില്ലല്ലോ. ഓരോ ചിത്രം വരുമ്പോൾ പറയാമെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ ഇത്രയും ഇങ്ങനെ താഴ്ന്ന ലോ ലെവലിൽ പോയി കാര്യങ്ങൾ പറയരുത്. കേരളം ഭരിച്ചിരുന്ന ഒരു മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, അദ്ദേഹം ഒരു ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഉപഹാരമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, മണ്ഡലത്തിന് പുറത്തു പോയി എന്തിനാണ് ഉപഹാരം കൊടുക്കുന്നതെന്ന്. എത്ര നിരാശാജനകമായ, സത്യത്തിൽ എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആ മാധ്യമ പ്രവർത്തകന്റെ, എനിക്ക് അദ്ദേഹം ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഏത് മാധ്യമ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതെന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അവിടെ ചോദ്യം ഉന്നയിക്കാനും പഠിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിരാശപ്പെടുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ആവർത്തിച്ച് ഇവിടെ ആന്റണിയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, കോൺഗ്രസിന്റെ പ്രതിനിധി, പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ രേണുക അല്ലെങ്കിൽ ന്യൂസ് 18 പുറത്തുവിടാനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ മറ്റാരെയും വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇതിലെ ഇൻവോൾവ്മെന്റിന്റെ കുറിച്ച് ഒരു തെളിവും പുറത്തുവിടാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. ഇവിടെ 10 ജൻപതിൽ അങ്ങേയറ്റം സെക്യൂരിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട അന്നത്തെ UPAയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി, ഈ സ്വർണം കട്ടു എന്നാരോപിക്കുന്നയാളും ആ കട്ട സ്വർണം വാങ്ങി എന്നാരോപിക്കുന്നയാളും അന്നത്തെ 2 പ്രധാനപ്പെട്ട MP-മാരും, ഇന്ന് അതിലൊരാൾ UDFന്റെ കൺവീനറാണ്, മറ്റൊരാളെ KPCCയുടെ പ്രസിഡന്റായി ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നയാളാണ്.
അതുപോലെ തന്നെ മൺമറഞ്ഞുപോയ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പ്രയാറുമായി എന്തിനാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്നതിനെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ പൊതുജനങ്ങൾ ആവർത്തിച്ച്, നിയമസഭയ്ക്കകത്ത് MLA-മാർ ആവർത്തിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നത്. കോൺഗ്രസിനെതിരായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായി ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾക്കെതിരായി ഏതെങ്കിലും രൂപത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ വേണ്ടി. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? നിങ്ങൾക്ക് വളരെ സിമ്പിളായി മറുപടി പറയാമല്ലോ. ആ കൂടിക്കാഴ്ച ഇന്നതിന് വേണ്ടിയായിരുന്നു, ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തിടത്തോളം കാലം എത്ര സമുന്നതരായിട്ടുള്ള നേതാക്കളെന്ന് നിങ്ങൾ അരിയിട്ട് വാഴിച്ചാലും ശരി, അവർ സംശയത്തിന്റെ മുൾമുനയിലാണ്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടാണ് രേണുക ഇവിടെ ചോദ്യം ചോദിച്ചത്. അതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ആ രൂപത്തിൽ ചില വാക്കുകൾ പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ആരോപണം ആർക്കുമേലും ഉന്നയിക്കാം. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം കള്ളത്തരങ്ങൾ ഈ സമീപകാലത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എഴുന്നള്ളിച്ചു. അത് എഴുന്നള്ളിച്ചത് ചെറിയ ആളുകളല്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു വ്യവസായിക്ക് ഇതെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിറ്റു എന്ന കള്ള പ്രചാരവേല ഈ കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. നിങ്ങളൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു കീറക്കടലാസിന്റെ തെളിവ് കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചോ? 2 ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് SIT-ക്കകത്ത് അനധികൃതമായി നിയമിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് പരസ്യമായ പ്രസ്താവന നടത്തി. നമ്മൾ ആലോചിക്കുക, ഈ SIT-യുടെ മേൽനോട്ടം പൂർണ്ണമായും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനാണ്. നമ്മൾ SIT-യെ സംശയിച്ചാൽ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ സംശയിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൂടെയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെ അദ്ദേഹം ഈ പ്രചരണ കോലാഹലം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹൈക്കോടതി എന്താ ചെയ്തത്? ആ 2 ഉദ്യോഗസ്ഥരെയും ഈ ടീമിനകത്ത് ഉൾപ്പെടുത്തി. 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തുകയാണ് എന്ന കള്ളപ്രചാരവേല മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും നടത്തി. ആ 2 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള തെളിവ് പുറത്തുവിടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ബബ്ബ പറഞ്ഞു. ഇതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ജോലി. തുമ്പും മുനയുമില്ലാത്ത, യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത അടിസ്ഥാനരഹിത ആരോപണങ്ങൾ നേതാക്കന്മാർക്ക് നേരെ ഉന്നയിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുക. ഈ രൂപത്തിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം കഴിഞ്ഞ കുറച്ച് കാലമായി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.